വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ സുപ്രീം ലീഡറായിട്ടുള്ള മുജിതബ അൽ ഖമേനി പറഞ്ഞിരിക്കുന്നത് സഹോദര രാജ്യങ്ങളായിട്ടുള്ള അറേബ്യൻ ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൾഫ് ന്യൂസ് ആണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, അല്പസമയത്തിന് മുമ്പ് തെഹ്റാൻ, ഇറാൻ ക്യാപിറ്റൽ കേന്ദ്രമായിട്ടുള്ള തെഹ്റാനിൽ അമേരിക്ക ഇസ്രായേൽ സംയുക്തമായിട്ട് ആക്രമണത്തിലുണ്ടായിട്ട് ഒരുപാട് നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. വലിയ ഒരു റെസിഡൻഷ്യൽ ഏരിയ അഥവാ വലിയ അപ്പാർട്ട്മെന്റുകളുള്ള ഏരിയയിലോട്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം നടന്നത്. അവിടെ ഒരുപാട് റെസിഡൻസ് ഉണ്ടായിരുന്നു. എത്രയോ ആൾക്കാർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇറാനെ ഇസ്രായേൽ അതിക്രൂരമായിട്ട് ബോംബും മിസൈലും ഡ്രോണും ഒക്കെ തൊരുത്തു വിട്ടുകൊണ്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലെ കൂട്ടക്കൊല ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഈ ആക്രമണം അവസാനിപ്പിക്കുക അല്ലാതെ ലോക സമാധാനം ഉണ്ടാവില്ല. ഇറാനെ അമേരിക്ക ചൊറിയാൻ പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇറാൻ തിരിച്ചും അതിനെ പ്രതികരിക്കുന്നത്. ലീഡറെ അവർക്ക് നഷ്ടപ്പെട്ടു. മാത്രമല്ല, അതിനുശേഷം ഇറാൻ്റെ പല ക്യാപിറ്റലുകളും ഇസ്രായേൽ ആക്രമിച്ചു. ഇത് കാരണമാണ് ഇറാൻ ഇപ്പോഴും സഹോദര രാജ്യങ്ങളെ ആക്രമിക്കും, അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബിയിലുള്ള ഒരു ജേർണലിസ്റ്റ് പുറത്തുവിട്ടിട്ടുള്ള വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയാനകരമായിട്ടുള്ള ഒരു ഭീതിയിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ അഥവാ ഗൾഫ് കൺട്രി, എസ്പെഷ്യലി UAE ഉള്ള ആൾക്കാർ വളരെയധികം പേടിച്ചുകൊണ്ടാണ് അവിടെ ജീവിക്കുന്നത്. അവിടെ ബാങ്കിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആൾറെഡി അപ്ഡേറ്റ് നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞു, സേഫായിട്ടുള്ള ഏരിയകളിൽ കഴിയണം എന്നുള്ളതൊക്കെ. കാരണം ഇറാൻ്റെ ഒരു ആക്രമണം ഇത്രയും നാൾ അമേരിക്കൻ ക്യാമ്പുകളും ബേസുകളൊക്കെ കേന്ദ്രീകരിച്ചാണെന്നുണ്ടെങ്കിൽ, ഇനി തുടർന്നുള്ള അറ്റാക്കുകൾ അവരുടെ കൊമേഴ്ഷ്യൽ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിട്ടായിരിക്കും എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ ആൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെയാണ് ഈ അബുദാബിയിലുള്ള ഈ ജേർണലിസ്റ്റിന്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആ ഒരു ആക്രമണത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ജസ്റ്റ് കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കാം. വളരെ ഭയാനകരമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ആ യുദ്ധത്തിൻ്റെ ഭീതി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കണം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട് ഇവിടെ. The amount of devastation, the amount of demolishing building is massive, unbelievable, and as you can see, people have gathered to just help those targeted. Several apartment buildings in this residential neighborhood have been heavily damaged by the airstrikes, and the entire section of buildings that you can see have collapsed, leaving exposed rooms, twisted metals, and piles of concrete. Rescue teams, as you can see, are basically working to help people to remove bodies from the rubble, while large trucks here work to clear debris from the streets. Nearby buildings show shattered windows and hanging utility lines as the emergency crews and residents continue searching through what was once a quiet neighborhood, now devastated by the strikes. And now there is this growing concern about the fatalities. We know that around 1,400 people have been killed, and this is the official statistics. And right now, based on the rhetoric that we hear from both sides, this situation seems to be far from any point of de-escalation. പിന്നെ മാത്രമല്ല, ഇറാൻ ഈ ഒരു യുദ്ധം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഹർമുസ് കടലിടുക്ക് ആൾറെഡി അടച്ചു കഴിഞ്ഞു. 20% ഓയിൽ ഉൽപ്പാദനം ഗ്ലോബലി നടക്കുന്നത് ഹാർമുസ് കടലിടുക്കിലൂടെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാർമുസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ലോകത്ത് വളരെ ക്ഷാമം ഉണ്ടാവും ഓയിലിന്. അതുകൊണ്ട് ഓയിലിൻ്റെ പ്രൈസ് കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മാത്രമല്ല, ഹാർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പൽ പോയി കഴിഞ്ഞാൽ അതിനെ ഇറാൻ സേന അതിനെ അറ്റാക്ക് ചെയ്യുമെന്ന് ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹാർമുസ് കടലിടുക്ക് ആൾറെഡി അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓയിലിൻ്റെ ക്ഷാമം, LPG ഗ്യാസിനൊക്കെ പ്രൈസൊക്കെ കൂടാനുള്ള സാധ്യത. കാരണം ഈ യുദ്ധം നമ്മുടെ കേരളത്തിൽ പോലും വളരെ അധികം ബാധിക്കുന്നുണ്ട്. മറ്റുള്ള ലോകരാജ്യങ്ങൾക്കും ഇത് വളരെയധികം സാമ്പത്തികമായിട്ടൊക്കെ പ്രതിസന്ധിയിലാണ് ലോകരാജ്യങ്ങൾ. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്, ബാരലിൻ്റെ പ്രൈസ് ഒക്കെ $200 വരെ എത്തിയേക്കാമെന്നൊക്കെ പലരും അതിന് പ്രവചിക്കുന്നുണ്ട്. ഇനി നമുക്ക് അബുദാബിയിലുള്ള ആ ജേർണലിസ്റ്റ് പുറത്തുവിട്ടുള്ള വാർത്തകൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അഞ്ജന ശങ്കർ. ഞാൻ അബുദാബിയിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു പത്രപ്രവർത്തകയാണ്. യുദ്ധം ഇപ്പോഴും നമ്മെ വല്ലാതെ ഭയവും അതുപോലെ ഒരു ആശങ്കയും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ദിശയിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ നൽകുന്ന ഒന്നും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇത്
ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇറാനിൻ്റെ റീറ്റാലിയേഷൻ ആക്രമണങ്ങൾ തുടങ്ങിയപ്പോൾ അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് എല്ലാവരുടെയും ഉണ്ടായിരുന്നൊരു ചോദ്യം ഞാൻ പറഞ്ഞിരുന്നു, എന്നാണ് ഇത് അവസാനിക്കുക, എത്ര ദിവസം ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ 12 ദിവസം കഴിയാൻ എത്തി നിൽക്കുമ്പോഴും അതേ ചോദ്യം തന്നെയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. പക്ഷെ അതിന് ഇപ്പോഴും ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് നമുക്ക് വളരെ പ്രയാസത്തോടു കൂടി തന്നെ പറയട്ടെ. ആർക്കും തന്നെ ഇതിനൊരു ഉത്തരമില്ല. നമുക്ക് മാത്രമല്ല, ഈ യുദ്ധം തുടങ്ങി വെച്ച ട്രംപിന് പോലും വ്യക്തമായൊരു ഉത്തരം തരാനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അൺസർട്ടനിറ്റി. ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, അവരുടെ വാർ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നോക്കിയാൽ നമുക്കറിയാം യാതൊരു തരത്തിലൊരു സ്ട്രാറ്റജിയോ യാതൊരു തരത്തിലൊരു എൻഡ് ഗെയിം എന്താണ് എന്ന് അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ലാത്ത തരത്തിലാണ് യുദ്ധത്തിൻ്റെ ഒരു ഗതി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സാധാരണ മനുഷ്യരാണ് അതിൻ്റെ കെടുതികളെല്ലാം അനുഭവിക്കുന്നത്. അതാണ് ഏറ്റവും കഷ്ടം ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ നമുക്കറിയാം ഈ കാഷ്വാലിറ്റീസ്, മരണസംഖ്യ കൂടി വരുന്നു. അതുപോലെ അപകടം പറ്റുന്ന ആളുകളുടെ എണ്ണം ഗൾഫിലുടനീളം കൂടി വരുന്നു. UAE തന്നെ ഇപ്പോൾ 6ഓളം മരണങ്ങളായി, 114ഓളം ആളുകൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. ഇന്നും അപകടങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ UAE-യിലായതുകൊണ്ട് UAE-യുടെ കാര്യം എടുത്തു പറയുകയാണ്. ദുബായ് എയർപോർട്ടിൽ ഇന്ന് ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോഴും അലേർട്ടുകൾ വരുന്നു. ഈ ഒരു യുദ്ധത്തിൻ്റെ പാറ്റേൺ, നമ്മളൊരു 12 ദിവസത്തെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഒരു റീറ്റാലിയേഷനാണ്. ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കുന്നു, അതേ കോയിനിൽ, അതേ നാണയത്തിൽ ഇറാൻ തിരിച്ചടിക്കുന്നു. അങ്ങനെയാണ് നാം കണ്ടുവന്നിട്ടുള്ളത് ഇത്രയും ദിവസം. കാരണം ഓയിൽ റിഫൈനറികളെ അറ്റാക്ക് ചെയ്യുന്നു, തിരിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഓയിൽ റിഫൈനറികൾക്ക് അറ്റാക്ക് വരുന്നു. തെഹ്റാനിലുള്ള ഒരു വാട്ടർ ഡീസാലിനേഷൻ പ്ലാന്റിനെ അമേരിക്ക ആക്രമിച്ചു എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നു. പിറ്റേ ദിവസം ബഹ്റൈനുള്ള വാട്ടർ ഡീസാലിനേഷൻ പ്ലാന്റിൻ്റെ നേർക്ക് അറ്റാക്ക് ഉണ്ടാകുന്നു. ഇന്ന് ഇപ്പോൾ തെഹ്റാനിലെ ഒരു ബാങ്കിന് നേരെ ആക്രമണം നടത്തി എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് ഇറാനിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്താൽ ഇവിടെയുള്ള ഫൈനാൻഷ്യൽ മേഖലകളെ, ഫൈനാൻഷ്യൽ സെക്ടറിനെ, ബാങ്കുകളെയെല്ലാം കേന്ദ്രീകരിച്ച് ഇനി അറ്റാക്കുകൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ്. ഈ ബാങ്കുകളുടെയും ഇങ്ങനത്തെ സ്ഥാപനങ്ങളുടെയൊക്കെ അടുത്ത് 1 കിലോമീറ്ററിനടുത്ത് താമസിക്കുന്ന ആളുകളെല്ലാം മാറണം എന്ന് വരെ ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ചില പ്രിക്കോഷൻസ് ഒക്കെ ഇവിടെ UAE-യിൽ നടക്കുന്നുണ്ട് എന്നാണ് വാർത്തകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രയേലും ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾ, ഇപ്പോൾ ഗൂഗിൾ, IBM, പാലന്റിയർ, നിവിഡിയ, അങ്ങനത്തെ കമ്പനികളുടെ നേരെയും അറ്റാക്കുകൾ ഉണ്ടാകും എന്ന് വ്യക്തമായി ഇന്ന് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ റീറ്റാലിയേഷൻ ആണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് IRGC കമാൻഡറിൻ്റെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇനി ഈ റീറ്റാലിയേഷൻ, ആക്രമണം ഏറ്റുവാങ്ങുന്നു, തിരിച്ചടിക്കുന്നു, അങ്ങനെയുള്ള ഒരു റീറ്റാലിയേഷൻ, ഇനി ആ ഒരു സ്ട്രാറ്റജി മാറ്റി അവർ ഓൾ ഔട്ട് ആയിട്ടുള്ള അറ്റാക്കുകൾ തുടങ്ങും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇതെല്ലാം കൂടി എടുത്തു നോക്കുമ്പോൾ ഞാനിതൊരു പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, നമ്മൾ വളരെ റാഷണലായിട്ട് ഇതൊന്ന് അവലോകനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നമുക്കൊരു എസ്കലേഷൻ എന്നുള്ള സാധ്യതകളൊന്നും ഇതുവരെയും, ഇപ്പോൾ ഈ നിമിഷം വരെയും കാണുന്നില്ല. ഇതിനൊരു ഈ ഇറാനിൻ്റെയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇടയിൽ ഒരു മീഡിയേഷൻ നടത്തി ഇതിനെ ഒന്ന് എസ്കലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് തണുപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു പ്ലെയറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ വളരെ നമുക്ക് വറിയിങ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ റഷ്യയും ചൈനയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുന്നുണ്ട്, ലൈക്ക് എല്ലാവരും സംയമനം പാലിക്കണം എന്നൊക്കെ. പക്ഷേ ആക്റ്റീവായിട്ടൊരു മീഡിയേഷൻ റോൾ എടുത്ത് ഇതിനെ എസ്കലേറ്റ് ചെയ്യാനായിട്ട് ദർ ഇസ് നോബഡി അറൗണ്ട്. അപ്പോൾ അതാണ് ഇതിൽ വലിയൊരു ആശങ്ക. പിന്നെ മറ്റൊരു കാര്യം, ഈ യുദ്ധം വളരെ ഒരു അപകടം പിടിച്ച ഒരു ഫേസിലേക്ക്, വി ആർ എൻറ്ററിങ് ഇൻ ടു എ വെരി ഡേഞ്ചറസ് ഫേസ് എന്ന് എല്ലാ അനലിസ്റ്റുകളും പറയുന്നുണ്ട്. അത് പറയാനുള്ളൊരു കാരണം, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഗൾഫിലുള്ള അമേരിക്കയുടെ മിലിറ്ററി ബേസുകളെ അറ്റാക്ക് ചെയ്യും എന്ന് ഒക്കെ ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അറ്റാക്കുകൾ പലപ്പോഴും വരുന്നത് മറ്റുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, ടൂറിസം, റെസിഡൻഷ്യൽ ഏരിയാസ് ഒക്കെ തന്നെ അറ്റാക്കുകൾ ധാരാളം വരുന്നു. പക്ഷേ ഇതൊരു വളരെ ഡേഞ്ചറസ് ആണെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നെന്ന് പറയാൻ കാരണം, എനർജി ഇൻഫ്രാസ്ട്രക്ചറിന് നേരെയുള്ള അറ്റാക്കുകൾ വളരെയധികം കൂടി വരികയാണ്. ഇപ്പം ഇന്ന് തന്നെ ഒമാനിലെ സലാല പോർട്ടിലുള്ള ഒരു ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ ഒരു അറ്റാക്ക് നടക്കുകയും അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയം ആകുന്ന രീതിയിലുള്ള അത്രയും വലിയൊരു തീയും കറുത്ത പുകയൊക്കെ ആകാശമുട്ട ഉയരുന്ന തരത്തിലുള്ള വീഡിയോസും പിക്ചേഴ്സും നമുക്ക് കാണാം.
തെഹ്റാനിൽ കുറച്ച് ദിവസം, അപ്പോൾ അതിനുള്ള തിരിച്ചടിയായിരിക്കണം. തെഹ്റാനിൽ 2 ദിവസം മുമ്പ് തെഹ്റാനിൻ്റെ 4 ഓയിൽ ഡിപ്പോയിലാണ് അറ്റാക്ക് നടന്നത്. തെഹ്റാൻ മുഴുവനും പല ഭാഗങ്ങളിലും തീ കത്തി ഉയരുന്നത്, ഈവൻ സ്യൂവേജിൽ കൂടെ പോലും ഈ എണ്ണ ഒഴുകി തീ കത്തുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓയിൽ റിഫൈനറികൾ ഗൾഫ് രാജ്യങ്ങളിലെ അറ്റാക്ക് നടക്കുമ്പോൾ ഇതൊരു വെസ്റ്റ് ഏഷ്യയിൽ മാത്രം നിൽക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് അല്ലാതെ ഗ്ലോബൽ എക്കോണമിയെ തന്നെ പിടിച്ചു കുലുക്കുന്ന, അല്ലെങ്കിൽ ഗ്ലോബൽ എക്കോണമിക്ക് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റായി ഇത് ഓൾറെഡി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നാം ഭയത്തോടു കൂടി കാണേണ്ട ഒരു വസ്തുത. ഇപ്പോൾ നമുക്കറിയാം, UAE ഗൾഫ് രാജ്യങ്ങളിൽ നോക്കിയാൽ റുവൈസിൽ, ഫുജൈറയിൽ, സൗദിയിലുള്ള റാസ് തനൂറ റിഫൈനറിയിൽ, ഖത്തറിൻ്റെ ലാസ് ലഫാൻ ഗ്യാസ് പ്രൊഡക്ഷൻ കോംപ്ലക്സിൽ, ബഹ്റിനിലെ ബാപ്കോ എന്ന് പറഞ്ഞ സ്റ്റോറേജ് റിഫൈനറിയിൽ, ഇറാഖിലെ വരെ, സദേൺ ഇറാഖിലുള്ള വരെ ഇവിടെ ഓയിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റികളിൽ അറ്റാക്ക് നടന്നിട്ടുണ്ട്. അവിടെ പല ഈ ഫെസിലിറ്റികളിലും പ്രൊഡക്ഷൻ ഇപ്പോൾ ഒന്നിലെ പാടെ നിർത്തിവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ തോതിൽ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാപ്കോയിലും ബഹ്റൈനിലും അതുപോലെ ഖത്തറിലും നിങ്ങൾക്കറിയാം ഫോഴ്സ് മെജോർ എന്ന് പറഞ്ഞ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഫോഴ്സ് മെജോർ എന്ന് വെച്ചാൽ ഇനി അവർക്ക് ഇപ്പോൾ ഈ ഒരു എക്സ്ട്രോഡിനറി സിറ്റുവേഷൻ വരുമ്പോൾ, യുദ്ധം, അപകടം, അറ്റാക്ക് അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനുകളിൽ ഉപയോഗിക്കാനുള്ള ഒരു ക്ലോസാണ് ഈ ഫോഴ്സ് മെജോർ എന്ന് വെച്ചാൽ. അവർക്ക് ഇപ്പോൾ കുറേ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ഈ ഫെസിലിറ്റീസിനൊക്കെ ഉണ്ടാവും. പല രാജ്യങ്ങളിലേക്കും നമ്മൾ ഇത്ര ടൺ സപ്ലൈ കൊടുക്കാം എന്നുള്ള ഒബ്ലിഗേഷൻസ്, ഇനി ആ ഒബ്ലിഗേഷൻസ് ഒന്നും നമുക്ക് പാലിക്കാൻ സാധിക്കില്ല എന്ന് അവർ തുറന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണിത്. ബിക്കോസ് അവർ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഈ നമ്മുടെ ഒരു ഗ്ലോബൽ എക്കോണമിയുടെ തന്നെ ഒരു എനർജി സപ്ലൈയുടെ ഇറ്റ് ഇസ് ദ ഹാർട്ട് ഓഫ് ഗ്ലോബൽ എനർജി മാർക്കറ്റ് എന്ന് പറയാം. കാരണം 30% ഈ ലോകത്തിലേക്കുള്ള എനർജി സപ്ലൈ, അത് ക്രൂഡാണെങ്കിലും ഈ ലിക്വിഡ്ഫൈഡ് ഗ്യാസൊക്കെ ആണെങ്കിൽ പോലും പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ റിഫൈനറികളെ ഇറാൻ അറ്റാക്ക് ചെയ്യുകയും അവിടെയുള്ള പ്രൊഡക്ഷൻ ഇത്രമാത്രം കുറയുകയും ചെയ്യുമ്പോൾ ഇത് ഗൾഫ് മേഖലയിൽ മാത്രമല്ല, ഗൾഫ് മേഖലയിൽ അതിൻ്റെ വലിയ റിപ്പർക്കഷൻസ് ഇക്കോണമീസിലെല്ലാം ഉണ്ടാകും. നമ്മുടെ സാധാരണ എവറി ഡേ നമ്മുടെ ലൈഫിനെ ഒക്കെ ബാധിക്കും. ജോലി, നമ്മുടെ ഇവിടുത്തെ ജീവിതം, അല്ലേ, എത്ര ലക്ഷക്കണക്കിനുള്ള കുടുംബങ്ങൾ എല്ലാം ബാധിക്കും. പക്ഷേ നമ്മളൊരു ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ എക്കോണമിയെ മുഴുവൻ തകിടം മറിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിങ്ങളെല്ലാവരും വളരെ ക്ലോസ് ആയിട്ട് ആ വാർത്തകൾ ഫോളോ ചെയ്യുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. LPG ഗ്യാസ് സിലിണ്ടറിൻ്റെ ഷോർട്ടേജസ് കാരണം ആൾക്കാർ വെപ്രാളം പിടിക്കുന്നു, പാനിക് ബൈയിങ് നടത്തുന്നു, പല ഹോട്ടലുകളും അടച്ചുപൂട്ടുന്നു. നമ്മൾ കണ്ടിരുന്നല്ലോ വാർത്തകളൊക്കെ, പല സിറ്റികളിലും നടക്കുന്നില്ല. ഇന്ത്യ വളരെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടേഴ്സ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, വിയറ്റ്നാം, തായ്ലൻഡ് ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും അടച്ചുപൂട്ടുന്നു എന്ന് വരെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റഡ് ആയിട്ട് വരുമ്പോൾ ദേ ഹാവ് ടു ലിമിറ്റ് ദ യൂസേജ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇതൊക്കെ അടച്ചുപൂട്ടുന്നു, എല്ലാം റിമോട്ട് ലേണിംഗ് ആക്കുന്നു. അപ്പോൾ യൂറോപ്പിൽ 40% കൂടുതലാണ് ഓയിലിൻ്റെ വില കൂടുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും LPG ഗ്യാസിൻ്റെ വില കൂടുന്നു, പെട്രോളിന് എത്ര വില കൂടുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഓയിൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇതുപോലെയുള്ള വലിയ തോതിലുള്ള ഡിസ്റപ്ഷൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഡിസ്റപ്ഷൻസ് നടക്കുമ്പോൾ ഇപ്പോൾ തന്നെ പെർ ബാരലിൻ്റെ പ്രൈസ് $120 ഉയർന്നിരുന്നു. പിന്നീട് ഡൊണാൾഡ് ട്രംപിൻ്റെ 1-2 സ്റ്റേറ്റ്മെൻറ്റുകൾ, യുദ്ധം ഉടനെ തീരും, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് കൂടെ പോകുന്ന കപ്പലുകളെ അവർ എസ്കോർട്ട് കൊടുക്കും എന്നൊക്കെയുള്ള 1-2 സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോഴേക്കും ചെറിയൊരു കോൺഫിഡൻസ് ഉയരുന്നു. പിന്നെയും ഓയിലിൻ്റെ പ്രൈസ് താഴ്ന്നു, $90 പെർ ആയിരിക്കുന്നു, $60 നിന്നാണ്. അപ്പോൾ ഇത്രയും വോളറ്റൈലായിട്ടാണ് എനർജി മാർക്കറ്റ് നിൽക്കുന്നത്. ദാറ്റ്സ് എ വെരി ഡേഞ്ചറസ് സൈൻ. ഇറാനിൽ നിന്നുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും ശ്രദ്ധിച്ചാൽ അവർ പറയുന്നത് $200 വരെ പെർ ബാരലിന് കൂടും എന്നാണ്. ഈ ഇറാനിന് ഇപ്പോൾ ഈ ഫുൾ ഗ്ലോബൽ എനർജി മാർക്കറ്റിൻ്റെ നമ്മുടെ ഈ കഴുത്തിൽ പിടിക്കുന്ന പോലെ അങ്ങനെ ഒരു മുറുക്ക പിടിക്കാനുള്ളൊരു കഴിവ് ഇറാനിനുണ്ട്. അതാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. കാരണം ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ചോക്ക് പോയിന്റ്, അതിൽ കൂടെയാണ് 20%
ഉള്ള ഗ്ലോബൽ ഈ ഗൾഫിൽ നിന്നുള്ള സപ്ലൈകൾ മുഴുവനും ക്രൂഡാണെങ്കിലും ഈ LPG എല്ലാം ലിക്വിഫൈഡ് ഗ്യാസൊക്കെ പോകുന്നത് ഈ ഒരു ചോക്ക് പോയിന്റിൽ കൂടെയാണ്. അത് പൂർണ്ണമായും ഇപ്പോൾ ഇറാൻ കൺട്രോൾ ചെയ്യുകയാണ്. അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഷിപ്പുകളെ കഴിഞ്ഞ ആഴ്ച പല ഷിപ്പുകൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു. കടത്തി വിടില്ല, ഒരു തുള്ളി എണ്ണ പോലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കടത്തി വിടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഇറാനിൻ്റെ ഈ ചോക്ക് കൺട്രോളിങ് മാത്രമല്ല, ഇതുപോലുള്ളൊരു യുദ്ധ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ ഷിപ്പിംഗ് ഇൻഷുറൻസ് ഉണ്ട്, അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് മില്യൺസ് ഓഫ് ഡോളേഴ്സാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഷിപ്പിംഗ് കമ്പനിക്കും ദേ കനോട്ട് അഫോർഡ് ടു ടേക്ക് ദാറ്റ് റിസ്ക്. അപ്പോൾ ഈ സപ്ലൈ കംപ്ലീറ്റ് നിലച്ചു പോവുകയാണ്. ഇപ്പോൾ തന്നെ സൗദി, UAE, അങ്ങനെയുള്ള കുവൈറ്റ് ഒക്കെ അവരുടെ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ്. 17 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് പെർ ഡേ ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം ചേർന്നുള്ള അവരുടെ ടോട്ടൽ ഈ പെർ ഡേ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ കൂടെ കടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ വളരെ ചെറിയ തോതിൽ മാത്രമേ ഈ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുള്ളൂ. റെഡ് സീ വഴി, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വഴി പോകാൻ സാധിക്കാത്തതുകൊണ്ട് റെഡ് സീ വഴി ചെറിയ തോതിലുള്ള സപ്ലൈ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നാം ഓർക്കേണ്ടത് ഇറാൻ ഇപ്പോഴും പുറത്തെടുക്കാത്ത ഒരു അമ്പ് ഇപ്പോഴും അവരുടെ ആവനാഴിയിലുണ്ട്. അതാണ് ഹൂത്തി റിബൽസ്. ഗാസ യുദ്ധത്തിൻ്റെ സമയത്ത് നാം കണ്ടിരുന്നു ഈ റെഡ് സീയിൽ കൂടെ പോകുന്ന ആ ഷിപ്പിംഗ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റപ്റ്റ് ചെയ്യാൻ ഈ ഹൂത്തികൾ നടത്തിയിരുന്ന ഡ്രോണും റോക്കറ്റ് അറ്റാക്കുകൾക്കും സാധിച്ചിരുന്നു. ഇതുവരെ ഹൂത്തികൾ ഈ യുദ്ധത്തിൽ ഇറങ്ങിയിട്ടില്ല. മേ ബി ദേ ആർ വെയിറ്റിംഗ്. കാരണം അതൊരു ആയുധമായി ഇപ്പോഴും ഇറാൻ്റെ ആവനാഴിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഓയിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ സപ്ലൈ നടക്കാതെ വരുമ്പോൾ ഇപ്പോൾ തന്നെ പല ഈ സൗദി, ഖത്തർ, UAE ഒക്കെ അവരുടെ പ്രൊഡക്ഷൻ കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ സൗദി തന്നെ ഏതാണ്ട് 2 തൊട്ട് 2.5 മില്യൺ വരെ അവരുടെ ഡെയിലി പ്രൊഡക്ഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ക്രൂഡിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചിരിക്കുന്നു. UAE ഏതാണ്ട് 5 തൊട്ട് 7 ലക്ഷം വരെയുള്ള പെർ ബാരൽ 7 ലക്ഷം വരെയുള്ള ബാരൽസാണ് ഞാൻ പറയുന്നത് പ്രൊഡക്ഷൻ കുറച്ചിട്ടുണ്ട് എന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ പ്രൊഡക്ഷൻ കുറച്ചു വരുന്നതിൻ്റെ ഈ സപ്ലൈ ചെയിൻ നടക്കുന്നില്ല എന്നുള്ളത് ഒരു കാരണം. രണ്ടാമത്തെ ഒരു വസ്തുത, ഈ സ്റ്റോറേജ് ഫെസിലിറ്റി ഈ ഗൾഫ് രാജ്യങ്ങൾ പലയിടത്തും വളരെ ലിമിറ്റഡ് ആണ്. കാരണം ഈ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രൂഡ് ആണെങ്കിലും റിഫൈൻഡ് പ്രോഡക്ട്സ് ആണെങ്കിലും സ്റ്റോർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ളത് സൗദി അറേബ്യക്കാണ്. സൗദി അറേബ്യക്ക് ഏതാണ്ട് 6 ആഴ്ചയിൽ കൂടുതൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നു. പക്ഷെ മറ്റു പല രാജ്യങ്ങൾക്കും മാക്സിമം ഒരാഴ്ച, ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവർക്ക് സ്റ്റോറേജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളൂ. അപ്പോൾ ഈ 17 മില്യൺ ബാരൽ പെർ ഡേ ഷിപ്പ് ചെയ്തിരുന്ന രാജ്യങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ഇവരുടെ സ്റ്റോറേജിൽ പിന്നെ കപ്പാസിറ്റി ഇല്ല. സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പ്രൊഡക്ഷൻ നിർത്തേണ്ടി വരും. ദാറ്റ്സ് എ വെരി 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 ഡേഞ്ചറസ് സിറ്റുവേഷൻ. കാരണം പ്രൊഡക്ഷൻ നിർത്തേണ്ടി വല്ല ഒന്ന് ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗൾഫ് ഇക്കോണമിയെ മുഴുവനും ബാധിക്കും. കുറേ ഈ ഡൈവേഴ്സിഫിക്കേഷനും ബാക്കിയുള്ള ഇക്കോണമി ഡൈവേഴ്സിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവയൊക്കെ താങ്ങി നിർത്തുന്ന വലിയൊരു ഒരു വസ്തുത എന്ന് പറയുന്നത് അവരുടെ ഓയിൽ പ്രൊഡക്ഷനും ആ ഒരു ട്രേഡുമാണ്. പ്രൊഡക്ഷൻ നിർത്തിവെക്കിയാൽ മറ്റൊരു ഡേഞ്ചർ, ഇതൊരു നമ്മളൊരു സ്വിച്ച് ഇടുന്നു, സ്വിച്ച് ഓഫ് ആക്കുന്നു, അങ്ങനെയല്ല ഈ ഓയിൽ പ്രൊഡക്ഷൻ്റെ ഇത് നടക്കുന്നത്. ഈ റിഫൈനറികളിൽ പ്രൊഡക്ഷൻ നിർത്തിവെച്ചാൽ ആ ഒരു എൻറ്റയർ എക്കോസിസ്റ്റം, എൻറ്റയർ ജിയോളജിയെ അത് എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രൊഡക്ഷൻ റെസ്യൂം ചെയ്യാൻ വിചാരിച്ച പോലെ സാധിക്കില്ല. ഇപ്പോൾ വെനിസ്വേലയിലൊക്കെ നോക്കിയാൽ അറിയാം, ഓയിൽ പ്രൊഡക്ഷൻ നിന്ന് പോയതിനു ശേഷം പിന്നീട് ആ പ്രൊഡക്ഷൻ റെസ്യൂം ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ കോസ്റ്റ് യു ബില്യൺസ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഡേഞ്ചറുണ്ട്. അതാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുടെ ഇക്കോണമിയെ ബാധിക്കുന്നു. കാരണം ഓയിൽ പ്രൊഡക്ഷൻ വലിയ തോതിൽ ഡിസ്റപ്റ്റഡ് ആകുമ്പോൾ, ട്രേഡ് ഡിസ്റപ്റ്റഡ് ആകുമ്പോൾ അതിൻ്റെ റിപ്പിൾ ഇഫക്റ്റ് നേരെ ചെന്ന് പതിക്കുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമാണ്. കാരണം ഒരു എനർജി സപ്ലൈ എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ സാധിച്ചു കഴിഞ്ഞാൽ 2022 റഷ്യൻ ഇൻവേഷൻ ടു ഉക്രൈൻ തുടങ്ങിയപ്പോൾ വലിയ തോതിലൊരു ഡിസ്റപ്ഷൻ ആയിരുന്നു. അന്ന് ഒരു സ്ട്രാറ്റജിക് ഓയിൽ റിസർവ് എന്ന് പറയും,
അങ്ങനെ എത്രയോ മില്യൺ ബാരലുകൾ മാർക്കറ്റിൽ ഇറക്കിയാണ് അത് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്തത്. ഇപ്പോഴും അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻസ് നടക്കുന്നു. ഏതാണ്ട് 400 ബില്യണോളം വരുന്ന ഓയിൽ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, അങ്ങനെ ഇത്ര അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തു കടക്കാനുള്ള ഓയിൽ മാർക്കറ്റിലേക്ക് പുറത്തുവിടും എന്നുള്ള ഡിസ്കഷൻസ് ഇപ്പം നടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനങ്ങൾ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ലോകത്ത് മുഴുവനുമുള്ള ഗ്ലോബൽ ഇക്കോണമിയെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഗൾഫിൽ നടക്കുന്ന സംഘർഷത്തിൻ്റെ ആ ഒരു ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം വളരെ ഒരു ഡേഞ്ചറസ് ഫേസിലേക്ക് മാറുന്നു എന്ന് പറയാൻ കാരണം. ഇത് ഞാനിങ്ങനെ പേടിപ്പെടുത്താനോ ഒരു സെൻസേഷണലിസത്തിന് വേണ്ടി പറയുന്നതല്ല, പക്ഷേ ദിസ് ഈസ് ദ റിയാലിറ്റി. നമുക്ക് ഇനി ഇതൊരു ഡീഎസ്കലേഷനിലേക്ക് വരുമെന്നും വലിയ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഇനിയും ആഴ്ചകളും മാസങ്ങളും ഒന്നും നിലനിൽക്കാതെ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമെന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനും അതുപോലെ ലോകത്തിലെ എല്ലായിടത്തും ആ ഒരു സ്റ്റെബിലിറ്റി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്കിപ്പോൾ സാധിക്കുള്ളൂ. ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ആരെയും ഭീതിപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പീസ് ഓഫ് മൈൻഡ് കളയാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല. പക്ഷേ ആക്ച്വലി ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കട്ടെ, പഴയ ജീവിതത്തിലോട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തട്ടെ എന്നും ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.